ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലൈറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേർഡാണ് ഡിസ്ക്വൈറ്റിംഗ്ലി. ഡിസ്ക്വൈറ്റിംഗ്ലി മീൻസ് ഇൻ എ വേ ദാറ്റ് കോസസ് അൺഈസിനെസ്, വറി ഓർ ഫിയർ. അതായത് ഡിസ്ക്വൈറ്റിംഗ്ലി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശമാക്കുന്നത് എന്താണ്? ഉത്കണ്ഠാജനകമായ, ഭയം തോന്നിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന പോലെ അല്ലെങ്കിൽ മനസ്സിനെ വല്ലാത്ത രീതിയിൽ അലട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്ക്വൈറ്റിംഗ്ലി എന്നുള്ള വേർഡ് വെച്ചിട്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം വളരെ വിജനവും അല്ലെങ്കിൽ അസ്വസ്ഥത നിറഞ്ഞതുമായൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റൂം വാസ് ഡിസ്ക്വൈറ്റിംഗ്ലി സൈലൻറ്റ്. എന്താണ്? ദ റൂം വാസ് ഡിസ്ക്വൈറ്റിംഗ്ലി സൈലൻറ്റ്. ഇനിയിപ്പോൾ ഒരാൾ നമ്മളെ വല്ലാത്ത രീതിയിൽ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹി ലുക്ക്ഡ് അറ്റ് മീ ഡിസ്ക്വൈറ്റിംഗ്ലി. എന്താണ്? ഹി ലുക്ക്ഡ് അറ്റ് മീ ഡിസ്ക്വൈറ്റിംഗ്ലി. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു വാർത്ത മറ്റൊരാളോട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ ന്യൂസ് വാസ് ഡിസ്ക്വൈറ്റിംഗ്ലി സ്ട്രേഞ്ച്. എന്താണ്? ദ ന്യൂസ് വാസ് ഡിസ്ക്വൈറ്റിംഗ്ലി സ്ട്രേഞ്ച്. ഡിസ്ക്വൈറ്റിംഗ്ലി എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അൺഈസിലി, ഡിസ്റ്റർബിംഗ്ലി, അൺകംഫർട്ടബിളി ഉള്ളതൊക്കെയാണ് സിനോണിംസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡൗട്ട്സും അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണം.